ഒക്ടോബർ 18 വിശുദ്ധ ലൂക്കാ സുവിശേഷകന്റെ തിരുനാളിൽ ആഗോള സഭ. അന്ത്യോക്യയിൽ വിജാതീയ മാതാപിതാക്കന്മാരിൽ നിന്നാണ് ലൂക്ക ജനിച്ചത്. ഏഷ്യയിലെ പ്രസിദ്ധങ്ങളായ വിദ്യാലയങ്ങൾ അന്ന് അന്ത്യോക്യയിലായിരുന്നതുകൊണ്ട് ലൂക്കായ്ക്ക് നല്ല വിദ്യാഭ്യാസം ലഭിച്ചിരുന്നു. ഗ്രീസിലും ഈജിപ്തിലും യാത്ര ചെയ്ത് വിജ്ഞാനം പൂർത്തിയാക്കി പൗലോസ്ലീഹ ട്രോവാസിൽ നിന്ന് ഫിലിപ്പിയയിലേക്ക് പോകും വഴി ലൂക്ക അദ്ദേഹത്തിന്റെ കൂടെ പ്രേക്ഷിത യാത്രകൾ നടത്തിക്കൊണ്ടിരുന്നു. AD 53 55 ആരംഭിച്ച ഈ ബന്ധം പൗലോസ്ലീഹയുടെ മരണം വരെ നിലനിന്നു. സേസരയായിൽ വെച്ച് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോഴും റോമ യാത്രയിലും ലൂക്ക അദ്ദേഹത്തെ അനുയാത്ര ചെയ്തു. കൊളോസ്യർക്കുള്ള ലേഖനത്തിൽ സ്ലീഹ വിശുദ്ധ ലൂക്കായെ എന്റെ പ്രിയപ്പെട്ട വൈദ്യ എന്ന് അഭിസംബോധന ചെയ്തിരിക്കുന്നു. സ്ലീഹ അദ്ദേഹത്തെ സഹപ്രവർത്തകൻ എന്നും വിളിച്ചു കാണുന്നുണ്ട്. ലൂക്ക തന്റെ സുവിശേഷം AD 60 അക്കയായിൽ വെച്ച് എഴുതിയെന്ന് പറയപ്പെടുന്നു. സ്ലീഹായുടെ പ്രസംഗങ്ങളെ ആശ്രയിച്ചാണ് ലൂക്ക സുവിശേഷം എഴുതിയത്. എന്നാൽ പൗലോസും ലൂക്കായും ഈശോയുടെ ജീവിത സംഭവങ്ങൾക്ക് ദൃക്സാക്ഷികളല്ലാതായിരിക്കെ ഈശോയുടെയും സ്നാപക യോഹന്നാന്റെയും ബാല്യത്തെ സംബന്ധിച്ച് നൽകുന്ന വിവരങ്ങൾ അദ്ദേഹത്തിന്റെ ഗവേഷണ ചാതുര്യം വിശദമാക്കുന്നു. വിശുദ്ധ മത്തായിയും മാർക്കോസും നൽകാത്ത ചില സൂക്ഷ്മ വിവരങ്ങൾ ലൂക്ക നൽകിയിട്ടുണ്ട്. ദൈവമാതാവിന്റെ ചിത്രം ആദ്യം വരച്ചത് ലൂക്കയാണെന്ന് പറയപ്പെടുന്നു. അതിനാൽ ലൂക്ക ഒരു ഭിക്ഷകുരനും ചിത്രമെഴുത്തുകാരനുമായിരുന്നു. ദൈവമാതാവിന്റെ സങ്കീർത്തനം വിശുദ്ധ ലൂക്ക തന്റെ സുവിശേഷത്തിൽ ഉദ്ധരിച്ചിരുന്നു. അതിനാൽ ഇദ്ദേഹം കന്യകാമറിയത്തെ സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിച്ചുവെന്നാണ് പാരമ്പര്യം. ലൂക്കായാണ് മൂന്നാമത്തെ സുവിശേഷത്തിന്റെയും അപ്പസ്തോലന്മാരുടെ നടപടി പുസ്തകത്തിന്റെയും ഗ്രന്ഥകാരൻ. പൗലോസ്ലീഹായുടെ മരണത്തിന് ശേഷം ലൂക്ക അക്കയായിൽ സുവിശേഷം പ്രസംഗിച്ചുവെന്നും അവിടെ വെച്ച് മരിച്ചുവെന്നുമാണ് പാരമ്പര്യം. വിശുദ്ധ ലൂക്കായെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.